ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. എന്ത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളെ തേടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് കാർഡ്സോടെ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നു. ഇവിടെ 8 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. ഇത്ര റീഡ് ചെയ്യട്ടെ നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ചാരിയട്ട് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലൊരു സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളായിരിക്കാം, വണ്ടി ഓടിച്ച് ജോലി ചെയ്യുന്ന ആള്, അതും അല്ലെങ്കിൽ സ്വന്തമായി വാഹനം ഉള്ളവരായിരിക്കാം, അതും അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാവാം. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവാം. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ട് അതിലൂടെ എന്തെങ്കിലും ഇപ്പോൾ സാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണെന്നാണ് കാണുന്നത്. യാത്ര ചെയ്ത് പോയിട്ട് ഒരു ദൂരനാട്ടിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിണങ്ങിയിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ സംഭവിക്കുന്നു. അതുപോലെ നിങ്ങളെ കാണാൻ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയും സാധിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ വാഹനത്തിന്റെ ലൈസൻസ് എടുക്കാനൊക്കെ നോക്കിയിരിക്കുന്നവർക്ക്, അതുപോലെ ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് നോക്കിയിരിക്കുന്നവർക്കൊക്കെ ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നല്ലൊരു സക്സസിന്റെ കാർഡാണ് ചാരിയട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ എവിടെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്. നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾക്കല്ലേ എപ്പോഴും ഇങ്ങനെ ബ്ലെസ്സിങ്സ് കിട്ടുന്നതും അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നതും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ അടുത്തത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ഒരുപാട് സ്നേഹം ഒരുപാട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്, ചിലപ്പോൾ വിവാഹം നടക്കാനുള്ള സാധ്യതയാവാം. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾ, പല സന്തോഷകരമായ ചില നല്ല എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ അതുപോലെ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാം. ചിലപ്പോൾ വാഹനം വാങ്ങിക്കാൻ, അതുപോലെ വീട് വാങ്ങിക്കുക, ആഭരണങ്ങൾ വാങ്ങിക്കുക, മറ്റെന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്സ് ഒക്കെ വാങ്ങിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പ്രിൻസസ് ഓഫ് കോയിൻസ്, അതായത് ക്യൂൻ ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ എന്താണ്, നിങ്ങളൊരു നല്ല ഹീലർ, അതായത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ്, സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് ലഭിക്കാനുമുള്ള സാധ്യതയാണ്. നല്ലൊരു ഹീലർ ആണെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സ്വയം സുഖപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ളത്, സ്വയം സുഖപ്പെടുകയും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളിവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയിരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത, നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ
ക്കുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു ജോലി വഴി സാമ്പത്തികം ലഭിച്ചിട്ട് വീട്ടിലുള്ളവരെയൊക്കെ കുറച്ചൊന്ന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ബാധ്യതകളൊക്കെ തീർത്തിട്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നതായിട്ടും അതിനായിട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു സാമ്പത്തികത്തിന്റെ എനർജിയിലേക്ക് മാത്രം ഇവിടെ ദൃഷ്ടി നട്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അതുപോലെ സ്വയം ചില സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിലൂടെ വരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. പുതിയ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു, അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിനെ തടുക്കാൻ മറ്റാരെ കൊണ്ടും കഴിയുകയില്ല. മറ്റാരെങ്കിലും പറഞ്ഞാൽ പോലും നിങ്ങളത് അംഗീകരിക്കുകയുമില്ല, അനുസരിക്കുകയുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് നിങ്ങളിൽ പലരും അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ തുടക്കത്തിന് വേണ്ടി. എന്തെങ്കിലും ചിലപ്പോൾ ജോലിയിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ഏതെങ്കിലും കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയും ആയിരിക്കണം. അതുപോലെ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും തീരുമാനങ്ങൾ എടുത്തതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ മുന്നോട്ട് പോവുക, നിങ്ങളോടൊപ്പം മറ്റുള്ളവരും ഉണ്ടാകും. എന്തായാലും ഒരു കിങ് അല്ലേ, കിങ്ങിന്റെ വാക്കുകൾ അനുസരിക്കാൻ ഒരുപാട് പേർ ഉണ്ടാകുന്നു, ഒരുപാട് പേർ നിങ്ങളെ അനുസരിക്കാനുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ തീരുമാനങ്ങൾ നിങ്ങളുടേത് ഉറച്ചതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 8 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. 8 ഓഫ് പെന്റക്കിൾസ്, എർത്ത് സൈൻ, ടോറസ്, വർഗ, ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെയാണെങ്കിൽ എന്താണ്, ഉത്സാഹപൂർവ്വം മണി ഏൺ ചെയ്യാനുള്ള ഒരു ധൃതിയാണ്. അപ്പോൾ മണി കൂടുതലായിട്ട് ഏൺ ചെയ്യണമെങ്കിൽ എന്താണ്, രാപകൽ അധ്വാനിക്കണം അല്ലെ. അങ്ങനെ രാപകൽ അധ്വാനിച്ച് മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്ന ഒന്നും മതിയാവുന്നില്ല. മതിയാകാത്തിടത്തോളം ഡേ ഡ്യൂട്ടി ചെയ്തു, പിന്നെ നൈറ്റ് ഡ്യൂട്ടിയും കൂടെ ചെയ്ത് കൂടുതലായിട്ട് മണി ഏൺ ചെയ്ത് വീട്ടുകാരെ സന്തോഷിപ്പിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഠിനാധ്വാനമാണ് കാണുന്നത്. കഠിനമായി അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. കാരണം സാമ്പത്തികം കിട്ടുമ്പോൾ കൂടുതലായിട്ട് ഉത്സാഹം വരുന്നുണ്ട്. അതിലൂടെ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് മുഴുകാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് സന്തോഷപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അടുത്തായിട്ട് എന്താന്ന് നോക്കാം നമുക്ക്. ഇത് മൂൺ കാർഡ് വന്നിരിക്കുന്നു. 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ബാല്യകാലത്തെ ചില ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. ബാല്യകാലത്ത് ആരെയെങ്കിലും നിങ്ങൾ സ്നേഹിച്ച അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും ആരെയെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നിഷ്കളങ്കമായ ഒരു പ്രണയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഓർമ്മകളിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്ന ചില ആൾക്കാർ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അവരുമായിട്ടുള്ള ശത്രുത നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, സമൂഹത്തിലേക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇടപെട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ശത്രുത ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് വേണ്ട എന്ന്. അതുപോലെ അങ്ങനെ വിചാരിച്ച് നിങ്ങളുടെ ശത്രുത, മറ്റുള്ളവരോട് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വീണ്ടും അവരുമായിട്ട് ഒത്തുചേരാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലുള്ള ആ സ്നേഹത്തിന് ഒരു മാറ്റവും വരുന്നു. നിങ്ങൾ മുൻപെങ്ങോ നിങ്ങളുള്ള ബാല്യകാല സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ സ്നേഹിച്ചിരുന്ന ചില വ്യക്തികളെയൊക്കെ കാണാനുള്ള ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് പോകുന്നു. ഇവിടെ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഒരു സൊസൈറ്റി ഫിയർ ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരാണ് എന്താണ് എന്നെ കുറിച്ച് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു ഫിയർ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരും. കാരണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് നാൾ ഇരിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനുഭവിക്കാൻ
പറ്റുകയില്ല. ഒരുപാട് നാൾ ഇത്തരത്തിലുള്ള എനർജിയിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. 1-2 ദിവസമൊക്കെ ഇരിക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ നിങ്ങൾ വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ തന്നെ സ്വയം അതിൽ നിന്ന് ഫ്രീ ആവും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയും നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ആവശ്യമില്ലാത്തതിനെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. 4 ഓഫ് കോയിൻസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്ന എനർജിയാണ്. ഇനി അതുമല്ല എങ്കിൽ മറ്റ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു, വിട്ടുകളയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പഴയ സ്നേഹബന്ധമാകാം, അതുപോലെ തന്നെ വീട്ടിലെ തന്നെ പല സാഹചര്യങ്ങളാവാം, അതുപോലെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജീസിനെ വഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില ദുരന്ത കാര്യങ്ങളാവാം, നിങ്ങൾക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളെയും ആവാം. ഇനി അതുപോലെ ഏതെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളെയും ആവാം നിങ്ങളിവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സാമ്പത്തികത്തിന്റെ എനർജി ആയാലും നിങ്ങൾ അതുപോലെ തന്നെ കുറച്ച് മാത്രം ചെലവാക്കുന്നു, സ്റ്റെബിലിറ്റിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയായാലും ശരി, ആർക്കെങ്കിലും കൂടെ ദാനം ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കുറച്ചൊന്ന് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ ആരുടെയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയുന്നതാണ് ഏറ്റവും നല്ലത്. ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ഒരു ഭാരമായിട്ട് മാറും. ആ ഒരു എനർജി നിങ്ങളെ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന ഒരു പ്രവൃത്തിയാകും അത്. അതുകൊണ്ട് നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കുന്നതിന് വേണ്ടെന്ന് വെക്കാം. പേഴ്സണൽ ചില കാര്യങ്ങളാണെങ്കിൽ അത് ഇനി ആവശ്യമില്ലാത്തതിനെ എന്തിനാ ഹോൾഡ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിനെ തന്നെ ചില അനാവശ്യ കാര്യങ്ങളിലും ചില നെഗറ്റീവ് എനർജീസിൽ നിങ്ങൾ കുടുക്കി വെക്കുന്നുണ്ട്. അത് വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ എത്രമാത്രം ധൈര്യത്തോട് മുന്നോട്ട് വരാൻ പറ്റുമോ അത്രയും ധൈര്യം നിങ്ങൾ കൈവരിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത്. മനസ്സിലായി? ബാക്കിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഇനി ബാക്കിലേക്ക് പോവണ്ട. പിന്നെ ചില കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. അതിനെ ക്രമേണ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്രമാത്രം വിഷമം അനുഭവിക്കുന്നതാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാം. എപ്പോഴും ഞാനിത് ലെറ്റ് ഗോ, അതിന്റെ ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾ ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനിത് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. മനസ്സിലായോ? അതുപോലെ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങളുമില്ല. നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട. പിന്നെ വെറുതെ അതെനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു അബദ്ധമാണ് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് മൂൺ എനർജി എന്തിനാണ് നോക്കാം. നമുക്ക് നിങ്ങൾക്ക് 4 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു, അതാണ് മൂൺ കാർഡ് വന്നിരിക്കുന്നത്. ഓവറായിട്ട് നിങ്ങളിപ്പോൾ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓവറായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം, മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ആവാം. കാരണം ഇത്തരത്തിലുള്ള പേടിയിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളിവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരാവുന്നതാണ്. ധൈര്യപൂർവ്വം മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സ്റ്റാർ ആണ് വരുന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കും. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടേതായ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? ചില അസുഖങ്ങളിൽ നിന്നും ഹീലാവുന്നുണ്ട് നിങ്ങൾ. അതുപോലെ തന്നെ ചില വിഷമ കാര്യങ്ങളിൽ നിന്നും, ഒത്തിരി ദുഃഖിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ 7 ചക്രാസും ഒന്ന് ആക്റ്റീവ് ആകാനുള്ള സാധ്യത വരുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ആരോഗ്യവും ധനപരമായ കാര്യങ്ങളും ഒന്ന് പ്രോഗ്രസ്സിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്റ്റാർ അല്ലേ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു താരമാകാൻ കഴിയും, ആർക്കറിയാം. കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു താരപദവി നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നേവ് ഓഫ് കപ്സ് ആണ്, കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ആരോ ഒന്ന് സ്നേഹം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സ്നേഹത്തെ കഴിയുന്നതും വിശ്വസിക്കാതിരിക്കുക. ആളിനെ കണ്ടറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. മനസ്സിലായി? ആരെങ്കിലുമൊക്കെ നിങ്ങളോട് സ്നേഹം പറയും, അല്ലെങ്കിൽ പ്രണയം പറയും.
അപ്പോൾ അതിലൊന്നും നിങ്ങൾ വീഴാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സ്നേഹത്തോടു കൂടി ചില പഞ്ചാരവാക്കുകൾ പറഞ്ഞ് അടുത്തുകൂടാ, അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതൊരു ചീറ്റിംഗ് ആണോ, ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ആ ഒരു വ്യക്തിയോട് പെരുമാറാൻ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മറുപടി കൊടുക്കാൻ. ആവശ്യമില്ലാതെ വരുന്നവരുടെ എല്ലാം കാര്യങ്ങൾ കേൾക്കാനോ സംസാരിക്കാനോ നിൽക്കരുത്. ആവശ്യമില്ലാതെ ആർക്കും മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കാൻ പാടില്ല. എന്തോ ചില ചതികളൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾ സ്വയം വേണ്ടെന്ന് തന്നെ വെക്കുകയാണ്. അത് മനസ്സിലാക്കി പെരുമാറുകയാണ് ഈ ഒരു സമയം വേണ്ടത്. ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. അത് തന്നെയാണ്, കണ്ടില്ലേ ഇവിടെ 7 ഓഫ് സോഡ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളിലേക്കൊരു എന്തോ ഒരു ചീറ്റിംഗ് ഹാബിറ്റ് വരുന്നുണ്ട് ആരിൽ നിന്നെങ്കിലും ഒക്കെ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇണങ്ങിക്കൂടി സാമ്പത്തികം പിടിച്ചു പറ്റാനുള്ള എനർജി ആവാം, അതുപോലെ പ്രണയം നടിച്ചിട്ട് നിങ്ങളെ കബളിപ്പിക്കുന്ന എനർജി ആവാം. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ദിവസം ഇതൊന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് ആരെങ്കിലും ഒക്കെ കള്ളം പറഞ്ഞിട്ടൊക്കെ വരാം. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ പറയുന്നത്, അതുപോലെ തന്നെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക, വീട്ടിലെ സാധനങ്ങൾ സൂക്ഷിക്കുക, മറ്റുള്ള സ്നേഹം നടിച്ചു വരുന്നവരെ എപ്പോഴും സൂക്ഷിക്കണം. ബന്ധുക്കളായാലും നമ്മുടെ ബന്ധുക്കളായാലും നിങ്ങളുടെ ബന്ധുക്കളായാലും നിങ്ങൾ വിചാരിക്കുമോ ഇവരൊന്നും അങ്ങനെയൊന്നും കള്ളം പറയുന്നതല്ല, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും ചില ആൾക്കാർ നിങ്ങളോടുള്ള പെരുമാറ്റം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള സ്നേഹവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ റിയൽ ആയിട്ടുള്ള സ്നേഹവും വരാമല്ലോ, ഫേക്കായിട്ടുള്ളതും വരാം. അപ്പൊ അത് സൂക്ഷിക്കണം. ഒറക്കിൾ കാർഡ്സിൽ ഇവിടെ ട്രസ്റ്റ് ആണ്, കണ്ടില്ലേ. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അബദ്ധങ്ങൾ പറ്റാതെ സൂക്ഷിക്കണം, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും, കുറച്ചുകൂടി ജീവിതത്തിൽ പ്രോഗ്രസ് വരും എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഇൻ്റഗ്രേഷൻ മിസർ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ തമ്മിൽ കൂടിച്ചേരുന്ന എനർജിയാണ്. ഹീലിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഹീലിംഗ് നടക്കുന്ന സമയമാണ് ഇതെന്ന്. പലരും പല അസുഖങ്ങളിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ഇവിടെ വന്നു ചേരണമെന്നുള്ള ആഗ്രഹമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കയ്യിൽ, പക്ഷേ ചെലവഴിക്കാനുള്ള മടിയാണ്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി, ആവശ്യമുള്ളവർക്ക് കൂടി അത് കൊടുത്ത് സഹായിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് കണ്ടില്ലേ, ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ്, ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ, സോൾമേറ്റ് കണക്ഷൻ ഇവിടെ നിങ്ങളിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, അത്തരം ഒരു ബന്ധം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സെപ്പറേഷനാണ്. ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ എൻഡ് ആവുന്നുണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം അടിച്ചമർത്തി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളെയും. അപ്പോൾ ചില ദുഃഖങ്ങളാവാം, ചില ദുരിതങ്ങളാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവുണ്ടാകും. നിങ്ങൾ സ്വയം പൂട്ടിക്കെട്ടിയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട ആൾക്കാരല്ലല്ലോ. അപ്പോൾ അത് കുറച്ചൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരിക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ബന്ധനം സ്വയം നിങ്ങൾ ബന്ധിച്ചത് അവിടെ നിന്ന് നിങ്ങൾ കഴിക്കാൻ പറ്റും. ഇവിടെ ലൂസായിട്ടാണ് കെട്ടിയിരിക്കുന്നത്, കണ്ടില്ലേ ഇവിടെ. അപ്പൊ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വയം ബന്ധനത്തിലാണ്ടിരിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങളുടെ
മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറാവണം, കുറച്ചുകൂടി പവർഫുൾ ആവണം, ആക്റ്റീവ് ആകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിയും. ഇതെനിക്ക് കഴിയില്ല, ഞാനൊരു ഭീരുവാണ്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ള വിചാരത്തിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. എല്ലാം നിങ്ങളെ കൊണ്ട് കഴിയും. കേട്ടല്ലോ. അപ്പോൾ ഒന്നും ശാശ്വതമല്ല, നമ്മുടെ ദുഃഖങ്ങളോ സുഖങ്ങളോ ഒന്നും ശാശ്വതമല്ല. ഇന്ന് നിങ്ങൾ സന്തോഷിക്കുന്നു, ഈ ഒരു സന്തോഷം ശാശ്വതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാളെ നമുക്ക് മറ്റൊരു കാര്യത്തിൽ ദുഃഖമായിരിക്കാം വരേണ്ടത്. ഇന്ന് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു, ഈ ഒരു അവസ്ഥയിൽ തന്നെ എല്ലാ ദിവസവും കഴിഞ്ഞുകൂടുമെന്ന് പറയാൻ പറ്റില്ല. നാളെ നിങ്ങൾ നല്ല സന്തോഷത്തിലേക്ക് പോകും. മനസ്സിലായി? അതുകൊണ്ട് അമിതമായിട്ടുള്ള ദുഃഖം വരുമ്പോഴോ അമിതമായിട്ട് സന്തോഷം വരുമ്പോഴോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊന്നും ശാശ്വതമല്ല. ഇതൊക്കെ മാറി മാറി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമുക്കിന്ന് ഇത് നോക്കാവേ. യൂണിക്കോൺസിന്റെ മെസ്സേജ് നോക്കാവേ. എന്താണ് യൂണിക്കോൺസ് നിങ്ങളോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. ഫ്ലോയാണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു പോവുക. മുന്നോട്ട് എങ്ങനെയായാലും മറ്റുള്ളവർ ഒരു ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്നില്ലേ, മുന്നോട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് ചില റിലീസ് യുവർ എക്സ്പെക്ടേഷൻസ് എന്നാണ് പറയുന്നത്, സറണ്ടർ ദ ഔട്ട്കം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളെയും നിങ്ങൾ റിലീസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് ചില കാര്യങ്ങളിലൊക്കെ സക്സസ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നോട്ടുള്ള വഴി ക്ലിയർ ആകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെ മുന്നോട്ട് പോകണമോ അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും നിങ്ങൾ ഭീരുത്വം കൊണ്ടുപോകാൻ പാടില്ല. ഇവിടെ വളരെയധികം ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഭീരുത്വം ഉപേക്ഷിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. സൈക്കിൾസ് ആണ്. എവരിതിങ് ഹാസ് ഇറ്റ്സ് റൈറ്റ് ടൈം. എല്ലാം നിങ്ങളിലേക്ക് സമയത്തിന് വന്നു ചേരും. നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളതാണ് പല എനർജീസും. സാമ്പത്തികം വന്നു ചേരാം, സ്നേഹം വന്നു ചേരാം, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ളവർക്കാണെങ്കിൽ അത് വന്നു ചേരാം. ഇതൊക്കെ എന്താണ് അതിൻ്റെതായ സമയത്തിന് തന്നെ വന്നു ചേരും. അല്ല നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് വരണമെന്നില്ല. മനസ്സിലായോ? അതിൻ്റെതായ ഒരു സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ അതിൻ്റെതായ സമയത്ത് എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. മിറക്കിൾസ് ആണ്. കണ്ടില്ലേ, നിങ്ങളിലേക്ക് ചില മിറക്കിൾസ് ഒക്കെ സംഭവിക്കാൻ സമയമായിരിക്കുന്നു. സറണ്ടർ ടു ദ ഡിവൈൻ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ ആൻസേർഡ്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം കിട്ടുന്നതാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ സറണ്ടർ ചെയ്യുന്നത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് തിരികെ വന്ന് അനുഭവിക്കാനുള്ള സമയമാകുമ്പോൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യും. മനസ്സിലായി? നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതാണെങ്കിൽ അത് വന്ന് ചേരും, ചേരാതിരിക്കില്ല. തീർച്ചയായിട്ടും അത് വരും നിങ്ങളിലേക്ക്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുക. പിന്നെ സറണ്ടർ ചെയ്യുമ്പോൾ എന്താണ്, ഞാനിത് സറണ്ടർ ചെയ്തു, പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട എന്താണ്, ഞാനിത് സറണ്ടർ ചെയ്തിരിക്കുന്നു, ഇനി വന്നാലും വന്നില്ലേലും ഞാൻ ഇതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേണം സറണ്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുന്നത്. അങ്ങനെ വേണം. അല്ലാതെ ലെറ്റ് ഗോ ചെയ്തിട്ട് പിന്നെ നാളെ തൊട്ട് വീണ്ടും പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല. ആ എനർജിയെ വീണ്ടും വലിച്ചു കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വേണം. ആസ്ക് ഫോർ ഹെൽപ്പ്, ഗെറ്റ് മോർ റെസ്റ്റ്, നർച്ചർ യുവർ സെൽഫ്. ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ പരിരക്ഷിക്കൂ. നിങ്ങൾക്കൊരു പരിരക്ഷണം ആവശ്യമാണ്, അത് നിങ്ങൾ സ്വയം
നിങ്ങളെ രക്ഷിക്കുക. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ബോഡി വൃത്തിയാക്കുക, നിങ്ങളുടെ മൈൻഡ് ശുദ്ധമാക്കുക, നിങ്ങളുടേതായ കാര്യങ്ങളിലെല്ലാം പരിപൂർണമായ ഒരു എന്താണ് ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്വയം കൊടുക്കുക. നിങ്ങളുടേതായ ബോഡിക്കും നിങ്ങളുടെ മൈൻഡിനും എല്ലാം, അതുപോലെ സോളിന് ഒക്കെ നിങ്ങൾ സ്വയം കൊടുക്കുന്നതാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് ചോദിക്കാവുന്നതാണ്. അത് വിശ്വാസമുള്ള ആൾക്കാരോട് ചോദിക്കാം, അതുപോലെ ഡിവൈനിലോട്ട് ചോദിക്കാം, അതുപോലെ തന്നെ ഏഞ്ചൽസിനെ വിളിച്ചിട്ട് ചോദിക്കാം. അങ്ങനെ പല സോഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഗെറ്റ് മോർ റെസ്റ്റ്. നിങ്ങൾക്ക് ഒത്തിരി പിന്നെ ക്ഷീണിച്ച് ഇരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ, ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചോ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ജോലി ചെയ്ത് ക്ഷീണിച്ചോ, ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് കാണുന്നത്. ഇവിടെ ഡാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ഡാൻസ് ചെയ്യാവുന്നതാണ്. ഒരു താളത്തിനനുസരിച്ചുള്ള ഡാൻസ് ഒക്കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആവും എന്നാണ് പറയുന്നത്. ഒരുപാട് സന്തോഷത്തിലേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് സന്തോഷം നിങ്ങൾക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വയം ആരും കാണാതെങ്കിലും ഒന്ന് ഡാൻസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ ബോഡിയുടെ മൂവ്മെന്റ് നിങ്ങൾക്ക് ആരോഗ്യത്തെ കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ഇപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.